ഡൽഹി സൗത്ത് ഏഷ്യൻ സർവകലാശാലയിലെ ലൈംഗികാതിക്രമത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. കൂട്ടബലാത്സംഗ ശ്രമത്തിനാണ് പോലീസ് കേസെടുത്തത്. അതേസമയം പെൺകുട്ടി ഇതുവരെ പോലീസിന് മൊഴി നൽകിയിട്ടില്ല. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എന്തുകൊണ്ടാണ് പെൺകുട്ടി മൊഴി നൽകാത്തത്? മറ്റു വിവരങ്ങൾ എന്താണ്? മാധു, നിലവിൽ എന്തായാലും പെൺകുട്ടി കൗൺസിലിംഗിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിൽ ഒരു മൊഴി, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നൽകിയിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഡൽഹി പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ പരാതി നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 4 പ്രതികളെയാണ് നിലവിൽ ഈ പെൺകുട്ടി പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ ഒരാൾ ഈ സർവകലാശാലയിലെ ജീവനക്കാരനാണ്, ഒരു സ്റ്റാഫ് കൂടെയാണെന്നുള്ള കാര്യമാണ് നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്ന മറ്റൊരു കാര്യം. വിദ്യാർത്ഥികൾ അടക്കമുണ്ടോ എന്നുള്ള കാര്യം നിലവിൽ എന്തായാലും പോലീസും വ്യക്തമാക്കിയിട്ടില്ല. പ്രത്യേകിച്ചും പെൺകുട്ടി മൊഴി അടക്കം നൽകാത്ത സാഹചര്യത്തിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസും പുറത്ത് വിട്ടിട്ടില്ല. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നലെ മുതൽ തന്നെ ഈ ക്യാമ്പസ് മേഖലയിലെല്ലാം നടക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ടോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ സൗത്ത് ഏഷ്യൻ ക്യാമ്പസിൽ, അത് സാർക്കിന് കീഴിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ക്യാമ്പസ്, ഒരു സർവകലാശാല കൂടിയാണ്. അവിടെയാണ് ഒരു അറ്റകുറ്റപ്പണി നടക്കുന്ന ഒരു പ്രദേശത്തേക്ക് പെൺകുട്ടി എത്തിയപ്പോൾ 4 പേർ ചേർന്ന് വസ്ത്രങ്ങൾ കീറുകയും അതുപോലെ തന്നെ പെൺകുട്ടിയോട് മോശമായി പെരുമാറുകയും ഒപ്പം കൂട്ടബലാത്സംഗത്തിനുള്ള ശ്രമവും നടന്നത്. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വലിയ പ്രതിഷേധവും അവിടെ നടന്നത്. എന്തായാലും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. കുറ്റക്കാർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി എടുക്കുമെന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇതുവരെയും അറസ്റ്റുകളൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. CCTV അടക്കം കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു. ഒപ്പം മറ്റ് സഹപാഠികളെയും വിദ്യാർത്ഥികളെയും സ്റ്റാഫുകളെയും ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ഡൽഹി പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഡൽഹി സൗത്ത് ഏഷ്യൻ സർവകലാശാലയിൽ കൂട്ടബലാത്സംഗത്തിന് ശ്രമമുണ്ടായതിൽ ഇപ്പോൾ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുന്നു. പെൺകുട്ടി കൂടുതൽ സമയമെടുക്കും തിരികെ വരാനും മൊഴി നൽകാനുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.